ഇന്നലെ വൈകിട്ട് എടരിക്കോടിനടുത്ത് ഒരു മാസ് ആക്സിഡൻറ്റ് നടന്നു. ഒരു ഇരുമ്പ് കയറ്റിക്കൊണ്ടുവന്ന വണ്ടി, ട്രക്ക് ബ്രേക്ക് നഷ്ടപ്പെടുന്നു. ഒരുപാട് വണ്ടികളിൽ കൂട്ടിയിടിക്കുന്നു. സ്പോട്ടിൽ തന്നെ ഒരാൾ മരിക്കുന്നു. വേറൊരു കുട്ടി ആശുപത്രിയിൽ എത്തിയതിന് ശേഷവും മരിക്കുന്നു. പക്ഷേ ആ ആക്സിഡൻറ്റ് നടന്നു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ വിത്തിൻ 5 മിനിറ്റ്സ് 5 മിനിറ്റിനകം ട്രോമ കെയർ വളണ്ടിയേഴ്സ് ആൻഡ് ആംബുലൻസ് ഡ്രൈവേഴ്സ് ഓടിയെത്തിയിട്ട് ഓരോ മനുഷ്യനെയും ഏകദേശം 30 പേരോളം ആക്സിഡൻറ്റിൽ പെട്ടിരുന്നു. അവർ വാരിയെടുത്ത്, അവർ ട്രെയിൻഡ് ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരെടുക്കുമ്പോൾ അതിൻ്റേതായ പ്രത്യേക രൂപത്തിൽ തന്നെ അവരെ ട്രാൻസ്പോർട്ട് ചെയ്ത് അരമണിക്കൂറിനകം സൈറ്റ് ഫുൾ ക്ലിയറാക്കി. എങ്ങനെയാണ് അവർക്കൊരു നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ പ്രവർത്തകർക്ക് അവരെങ്ങനെയാണ് അനുമോദിക്കേണ്ടതെന്ന് അറിയില്ല. അത് സഹജീവികളോടുള്ള സ്നേഹം പങ്കുവെച്ചപ്പോൾ ആ ട്രോമ കെയർ വളണ്ടിയേഴ്സും ആംബുലൻസ് ഡ്രൈവേഴ്സും നാട്ടുകാരും ഉണ്ട് കേട്ടോ, നാട്ടുകാരടക്കം അവർ ജീവൻ ശരിക്കും പണയപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ആ സമയത്ത് വേറെ ആക്സിഡൻറ്റുകൾ വരാം, കാര്യം ഒന്നിച്ച് ബ്ലോക്കായി നിൽക്കുകയാണ്, അതൊക്കെ മറികടന്ന് ആംബുലൻസ് ഡ്രൈവേഴ്സ് 10 മിനിറ്റിനകം, അരമണിക്കൂർ കൊണ്ട് ക്ലിയർ ചെയ്തെങ്കിൽ 10 മിനിറ്റിനകം എത്തിക്കേണ്ട രോഗികൾ അതിൻ്റെ പെർഫെക്റ്റ് സ്ഥലത്ത് എത്തിച്ചിട്ട് ചികിത്സിക്കാൻ അവസരം ഉണ്ടാക്കി. സത്യത്തിൽ അവരെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. നമ്മൾ പറയില്ലേ, നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും പണം ഉണ്ടാവാം, പ്രതാപം ഉണ്ടാവാം, വിദ്യാഭ്യാസം ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം, പക്ഷേ അപകടത്തിൽപ്പെടുന്ന സമയത്ത് നമ്മളെ കോരിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരു കൂട്ടം ജനങ്ങളുണ്ടാവുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർ നമ്മൾ വാക്കുകൾ കൊണ്ടല്ല, എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചല്ല അവരൊന്നും ആശുപത്രികളിലേക്ക് രോഗികളെ എത്തിച്ചത്. അതുകൊണ്ട് അവർക്ക് നമ്മൾ എങ്ങനെയാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരെ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ. അപകടങ്ങൾ നമ്മൾ നിർത്തിയേക്കാൻ പറ്റില്ല. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മുടെ പ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.